വന്ന് ഇങ്ങനെ ഉണ്ടാക്കാനേ? ഞാൻ തന്നെ പഠിച്ചു. അങ്ങനെ നമ്മള് കിണ്ണത്തപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു പിടി ചോറും കൂടി ഇട്ട് അരച്ച് നമ്മൾ ഇതാ ഈ പുറത്ത് വെക്കും കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല. വേണ്ടേ നമ്മുടെ കിണ്ണത്തപ്പം അങ്ങനെ റെഡി ആയി കേട്ടോ. എത്ര മിനിറ്റ്? അരമണിക്കൂറായില്ലേ? അരമണിക്കൂർ വേണം കേട്ടോ, കാരണം ഇത് വെന്ത് റെഡി ആയിട്ട്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. എന്താ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ചോദിച്ചായിരുന്നു ഉമ്മ അങ്ങനെ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി കിണ്ണത്തപ്പം ഉമ്മ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാറ്. സത്യത്തിൽ എനിക്ക് വീഡിയോ എടുക്കാനൊരു മൂഡില്ല കേട്ടോ. എനിക്കാണ് എന്തോ ഒരു മൂഡ് ഓഫാണ്. കാരണം നാളെ പോവാണ്, വീണ്ടും ഇനി 2 വർഷം കഴിയണം വരണമെങ്കിലൊക്കെ. അപ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ ഇനിയും കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ കിച്ചണിൽ പോയിട്ട് അവിടെ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പൊടിയരിയാണ് കേട്ടോ, 1.5 ഗ്ലാസ് പൊടിയരിയാണ്. ഇതിപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം നമ്മൾ രാത്രിയിലാണ് ഇത് അരച്ച് വെക്കുന്നത് കൊണ്ട് ഈ സമയത്താണ് നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തത് കേട്ടോ. ഊറ്റിയെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. ഇത് 3 തേങ്ങയാണ് കേട്ടോ. 3 തേങ്ങയുടെ പാലും ഈ അരിയും പിന്നെ ഇത് 1 കിലോ ശർക്കരയോളം നമ്മൾ ഇത് ഉരുക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും ഈ തേങ്ങാപ്പാലും ചേർത്താണ് നമ്മൾ ഈ അരി അരച്ച് വെക്കുന്നത്. മധുരം നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. മധുരം ആവശ്യത്തിന് ഇടണം. പിന്നെ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം കൂടുതൽ വേണമെന്ന് തോന്നും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ അപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് മധുരം ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്, 1 കിലോയിൽ എടുക്കത്തില്ല. ഇത് മധുരം നോക്കിയിട്ടേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഈ തേങ്ങയും ആദ്യം തേങ്ങാപ്പാൽ എടുക്കട്ടെ. തേങ്ങാപ്പാൽ എടുത്തിട്ട് ഈ അരിയും ശർക്കരയായിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. കിച്ചണിൽ കൊണ്ടുപോകാൻ അച്ചാറിൻ്റെ ഒക്കെ പണികൾ നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിണ്ണത്തപ്പം എടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തത് വന്നത്. അപ്പം തേങ്ങാപ്പാൽ എടുക്കട്ടെ. അരയ്ക്കുവാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ അങ്ങനെ പിഴിഞ്ഞെടുക്കുവാണ് കേട്ടോ. ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ. പിന്നെ 1 ഗ്ലാസ് വെള്ളം വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ അരയ്ക്കത്തുള്ളേ. എത്ര 3 തേങ്ങയ്ക്ക് എത്ര വെള്ളം? 3 തേങ്ങയ്ക്ക് 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് പാലെടുക്കണം. 3 ഗ്ലാസ് 3 തേങ്ങയ്ക്ക് 3 ഗ്ലാസ് 3 തേങ്ങയ്ക്ക് 1 ഗ്ലാസ് വെള്ളം കേട്ടോ. വെള്ളം വളരെ കുറച്ചേ അരയ്ക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പക്ഷെ പിഴിയുവാണ് കേട്ടോ. പിഴിഞ്ഞെടുക്കാൻ ഇച്ചിരി പാടാണ്, ഭയങ്കര പാടാണ്. കാരണം വെള്ളം കുറവല്ലേ. അപ്പം പിഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കാണാവേ. അങ്ങനെ നമ്മൾ കിണ്ണത്തപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും നമ്മുടെ അരിയും കൂടെ അരച്ച് വെച്ചതാണേ. ഇതിലാണെങ്കിൽ 1 പിടി ചോറും കൂടെ ഇടണം. നമ്മൾ ചോറ് വെക്കുന്ന ചോറില്ല, അത് 1 പിടിയും കൂടെ ഇടണം. ഞാനത് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഉമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാനത് പറഞ്ഞില്ല. അപ്പോൾ 1 പിടി ചോറും കൂടി ഇട്ട് അരച്ച് നമ്മളിതായി പുറത്ത് വെക്കും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല, കാരണം നമുക്ക് നാളെ രാവിലെയാണ് ചുടേണ്ടത്. അതല്ല നാളെ രാത്രിയിലോ വൈകിട്ടൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അന്നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നമ്മളിത് പുറത്ത് അടച്ചു വെക്കുവാണ്. അപ്പോൾ നാളെ രാവിലെ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി കിണ്ണത്തപ്പത്തിൻ്റെ കാണണ്ടേ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ചു വെച്ചതെല്ലാം ചരുവത്തിൽ വെച്ചിരുന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ നമ്മളത് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. നെയ്യ് തൂത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മളിത് കോരി ഒഴിക്കേണ്ടത്. ഓൾറെഡി ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അത് ഒഴിച്ചു പോയി. ബാക്കി കാണാവേ, ഒഴിക്കുക. ഇതാണ്ട് നെയ്യ് തൂത്ത പാത്രത്തിലോട്ട് നമ്മൾ ആ ഇന്നലെ അരച്ചു വെച്ചത് ഒഴിക്കുവാണേ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും മുകളിലോട്ട് ഇട്ട് കൊടുക്കുവേ. ഓക്കെ, അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ ഇഡലിപ്പാത്രം തിളപ്പിച്ച് നമ്മൾ ഓൾറെഡി ഇട്ടിരിക്കുവാണ് വെള്ളം. നമ്മളിതേ ഇതിനി ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എത്ര മിനിറ്റ് ആവി വരണ്ടേ? 1/2 മണിക്കൂറോളം വേണം അത് വേവാൻ കേട്ടോ. അപ്പോൾ ഗ്യാസിലല്ല വെച്ചിരിക്കുന്ന, അടുപ്പിലാണ്. എന്നാലും 1/2 മണിക്കൂർ വേണം നല്ല തീയിൽ കേട്ടോ. അപ്പോൾ നമുക്കത് വെന്തിട്ട് ബാക്കി കാണാം. വേണ്ടേ നമ്മുടെ കിണ്ണത്തപ്പം അങ്ങനെ റെഡി ആയി കേട്ടോ. എത്ര മിനിറ്റ്? 1/2 മണിക്കൂറായില്ലേ? 1/2 മണിക്കൂർ വേണം കേട്ടോ, കാരണം ഇത് വെന്ത് റെഡി ആയിട്ട് വരണമെങ്കിൽ. അങ്ങനെ ഇത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇതിനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റണം. ഇത് ഫസ്റ്റ് ട്രിപ്പ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ ചോറ് കഴിച്ചു ഫുള്ളായിട്ടിരിക്കണോണ്ട് എനിക്കിപ്പോൾ ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ 2 പീസ് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇത് കൂടെ കഴിക്കാൻ വയറ് ഫുള്ളാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാരാ പഠിപ്പിച്ചു തന്നത്? അനിയ പഠിച്ചാന്നാ? ഓ, ഇവിടെ ഭയങ്കര കിണ്ണത്തപ്പം സ്പെഷ്യലിസ്റ്റുകാരിയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം എന്തേ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതെൻ്റെ നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ഉള്ള ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, എൻ്റെ ഉമ്മായിട്ടുള്ള.